നിങ്ങളുടെ അടുത്ത് ഇതൊന്ന് പറയണമെന്ന് തോന്നി. കഴിഞ്ഞ 7 ദിവസത്തിൽ എൻ്റെ വ്യൂവേഴ്സിൻ്റെ നമ്പർ 1000-ൽ നിന്ന് 52,000-ഓളം ആയി ഉയർന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒത്തിരി കമൻറ്റുകൾ എനിക്ക് വന്നു, പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണോ ഇത് ചെയ്യുന്നതെന്ന്. അപ്പം നിങ്ങളോട് അതിനെപ്പറ്റി ഒന്ന് പറയണമെന്നോർത്തു. ഒരു 7 ദിവസം ഈ യൂട്യൂബ് പഠിക്കണമെന്ന് ഞാൻ ഓർത്ത് അതിനുവേണ്ടി സമയം മാറ്റിവെച്ചു. 2012 മുതൽ എനിക്ക് ഫേസ്ബുക്ക് ഉണ്ടെങ്കിലും ഞാൻ വളരെ കുറച്ച് മാത്രം അത് ഉപയോഗിക്കുന്നുള്ളായിരുന്നു. അത് തുടങ്ങാനുള്ള കാരണം തന്നെ ഞാൻ ബർമയിൽ, മ്യാൻമാറിൽ, ഇപ്പോഴത്തെ മ്യാൻമാറിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന എൻ്റെ വേൾഡ് ബാങ്കിലെ സുഹൃത്തുക്കളും യൂണിയൻ മിനിസ്ട്രിയിലെ ആൾക്കാരും ഫേസ്ബുക്ക് ഇല്ലാത്ത ഒരു കമ്മ്യൂണിക്കേഷൻ ഓഫീസർ അവർക്ക് പറ്റില്ല എന്നുള്ള മട്ടി പറഞ്ഞു. അങ്ങനെയാണ് അത് തുടങ്ങിയത്. പക്ഷേ ഈ എൻ്റെ ജോലി തിരക്കിനിടയ്ക്ക് പല രാജ്യങ്ങളിലുള്ള യാത്രയും ഇടയ്ക്ക് ഫേസ്ബുക്ക് ഒരു സ്പൊറാഡിക് മെയിൻ്റനൻസ് നടന്നുള്ളൂ. കാര്യമായിട്ട് അതിനെപ്പറ്റിയൊന്നും പഠിച്ചില്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വിടും. കുറച്ച് എൻ്റെ കൂട്ടുകാർക്കൊക്കെ മെസ്സേജ് കൊടുക്കുക, അവരുടെ വിവരങ്ങളൊക്കെ വായിക്കുക, അങ്ങനെയൊക്കെ മാത്രമേ ചെയ്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ സ്വീഡനിൽ വന്നപ്പം ഇവിടെയാണെങ്കിൽ നല്ല തണുപ്പാണ്. അന്നേരം ഞാൻ ഓർത്തു വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാവുന്ന ഒരു കാര്യം ആലോചിച്ചതാണ്. പിന്നെ എൻ്റെ വാർദ്ധക്യത്തിലേക്ക് സുഹൃത്തുക്കളുമായി ബന്ധപ്പെടാൻ പറ്റുന്ന ഒരു കാര്യവും ഞാൻ ആലോചിച്ചു. അങ്ങനെയാണ് ഈ ഫേസ്ബുക്ക് പഠനത്തിലേക്ക് ഒരു ഇൻട്രസ്റ്റ് വന്നത്. ചോദ്യത്തിന് ഉത്തരം ആദ്യം പറയാം. ഞാൻ ചെറുപ്പകാലത്ത് ധാരാളം കഥകൾ എഴുതിക്കൊണ്ടിരുന്ന ആളായിരുന്നു. അതുപോലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലും വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അതൊന്നും ചെയ്തത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയല്ല, മനസ്സിൻ്റെ സംതൃപ്തിക്ക് വേണ്ടി മാത്രം ചെയ്ത കാര്യങ്ങളാണ്. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, ഒരു ചെറുകഥ മാതൃഭൂമിയിലോ കേരള കൗമുദിയിലോ മലയാള മനോരമയിലോ ഏത് പത്രത്തിൽ വന്നാലും അന്നത്തെ കാലത്ത് അവർ തരുന്ന പ്രതിഫലം 15 രൂപ മുതൽ 50 രൂപ വരെയാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ മീറ്റിങ്ങുകൾക്ക് പോയി പ്രസംഗിക്കാനൊക്കെ പോകുമ്പോൾ ആകെ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഒരു 50 രൂപ ഒരിക്കൽ കോട്ടയത്തു നിന്ന് എറണാകുളം വരെ പോകാനുള്ള വണ്ടിക്കൂലിയാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷെ അന്നും ചെയ്യുന്ന എന്തിനോടും ഒരു ഒരു മനസ്സംതൃപ്തി, അതായിരുന്നു പ്രധാന ഉദ്ദേശം. ഇതിൻ്റെ ഉദ്ദേശം അത് തന്നെയാണ്. എന്നാലും ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഇത്രയും വ്യൂവേഴ്സ് കൂടിയതിന് പ്രധാന കാരണം ഒന്ന്, നല്ല പടം എടുക്കാനുള്ള ഒരു അവസരമാണ് ഈ മിഡ്സമ്മർ. കളർഫുള്ളായിട്ടുള്ള ആളുകൾ ആക്റ്റീവായിട്ടുള്ള സമയം. പിന്നെ എൻ്റെ പ്രശസ്തനായ അച്ഛൻ്റെ മരണ ദിവസമാണെന്നുള്ളത് ഞാൻ പ്രയോജനപ്പെടുത്തി. പിന്നെയുള്ളത് ഒരു ദിവസത്തിൻ്റെ ഏതാണ്ടൊരു 14 മണിക്കൂർ ഈ യൂട്യൂബിൻ്റെ പഠനത്തിനും അത് അപ്ലോഡ് ചെയ്യുന്നതിനും അതിൻ്റെ തടസ്സങ്ങളും നേരിടാനായിട്ട് വന്നു. ഇത് ഞാൻ ആലോചിച്ചിരുന്നതിനേക്കാളും വളരെ വലുതാണ്. പക്ഷേ ഞാൻ വേറൊരു കാര്യം ആലോചിച്ചു. ഞാൻ ചെറുപ്പത്തിൽ കഥ എഴുതിയിരുന്നപ്പോഴും അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിരുന്നപ്പോഴും അതല്ല കൺസൾട്ടൻ്റായിട്ട് വേൾഡ് ബാങ്കിൽ ജോലി ചെയ്തപ്പോഴും എല്ലാത്തിനും ഒരു 14-15 മണിക്കൂർ ഒരു ദിവസം നമ്മൾ എന്തിനു വേണ്ടിയാണെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്താലേ ആ കാര്യം ശരിയാവുള്ളൂ. ഇപ്പോൾ ഈ 52,000 വ്യൂവേഴ്സ് കിട്ടിയല്ലോ, അത് ഒരാഴ്ച കൊണ്ട് കിട്ടി. ഇനി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതിനകത്ത് എന്നാണെന്നറിയോ? ഈ 52,000 പേരെ എങ്ങനെ തുടർച്ചയായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂസുകൾ അല്ലെങ്കിൽ വാർത്തകൾ പറയാൻ എന്നെ കൊണ്ട് പറ്റുമെന്നുള്ളതാണ്. അതാണ് ഇനി ഏറ്റവും വലിയ ചലഞ്ച്. അത് ഏറ്റെടുക്കണമെന്നൊന്നുമില്ല, പഴയ പോലെ മടിച്ചായിട്ടും എനിക്കിരിക്കാം. എന്തായാലും നന്ദി സുഹൃത്തുക്കളെ, വളരെ നന്ദി.